എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് 12 വനിതാ സ്റ്റേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. 12 വനിതാ സ്റ്റേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നതിനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. അത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്കാണ്. ഓക്കെ, അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 100ഓളം വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ നിലവിൽ ഡിപ്പാർട്ട്മെന്റിൽ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ മുൻപത്തെ 2-3 വർഷങ്ങൾക്കുള്ളിലാണ് വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ ആദ്യമായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് നിയമിച്ചു തുടങ്ങിയത്. അതുപോലെ ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് 12 സ്റ്റേഷൻ ഓഫീസർമാരെ സ്റ്റേഷൻ ഓഫീസർ STO എന്ന് പറയുന്ന റാങ്കിലേക്ക് നിയമിക്കുക എന്നുള്ളതാണ്. അതിൽ 6 പേരെ ഡയറക്റ്റ് റിക്രൂട്ടിലൂടെയും ഡയറക്റ്റായിട്ട് PSC വഴി റിക്രൂട്ട് ചെയ്യുകയും 6 പേരെ ബൈ ട്രാൻസ്ഫറിലൂടെ, അതായത് നിലവിൽ ഫയർ വുമണായിട്ട് ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് 6 പേരെയും കൂടി തിരഞ്ഞെടുത്ത് ടോട്ടൽ 12 പേരെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് സ്റ്റേഷൻ ഓഫീസർമാരായി നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. എല്ലാവരെയും ബൈ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഉറപ്പായിട്ടും എക്സാം എഴുതേണ്ടി വരും. ഈ 12 പോസ്റ്റുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി എക്സാം എഴുതേണ്ടി വരും. ഈ ബൈ ട്രാൻസ്ഫറിലുള്ളവർക്ക് ചെറിയൊരു പരിഗണന ലഭിക്കും. മാർക്കിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇളവ് ലഭിക്കും. ബാക്കിയൊരു കാര്യവും നോർമലി സംഭവിക്കാനുള്ള സാധ്യതയില്ല. എന്താണെങ്കിലും 12 വനിതാ സ്റ്റേഷൻ ഓഫീസർമാരെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് നിയമിക്കുന്നതിന് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സർക്കാർ തീരുമാനത്തിന് ശേഷം അത് എന്തിലോട്ട് വരും? ഒരു ഗവൺമെൻറ് ഓർഡർ ആയിട്ട് വരണം. ഗവൺമെൻറ് ഓർഡർ നിലവിൽ വന്നിട്ടില്ല. വളരെ വേഗത്തിൽ തന്നെ ഗവൺമെൻറ് ഓർഡർ വരും. ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ വരുമെന്നാണ് നമ്മുടെ കണക്ക് കൂട്ടൽ. ഗവൺമെൻറ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ PSCക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാം. PSC എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുക നിങ്ങൾ മനസ്സിലാക്കുക. സർക്കാരിൻ്റെ തീരുമാനം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഈ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടൊരു ഗവൺമെൻറ് ഓർഡർ വരണം. ഗവൺമെൻറ് ഓർഡർ വന്നതിന് ശേഷം PSC നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ ഇവരുടെ ക്വാളിഫിക്കേഷൻ യോഗ്യത പറഞ്ഞിരിക്കും. നോർമലി ഒരു സ്റ്റേഷൻ ഓഫീസറുടെ യോഗ്യത എന്ന് പറയുന്നത് എനി സയൻസ് ഡിഗ്രിയാണ്. എനി സയൻസ് ഡിഗ്രി, ഏതെങ്കിലും ഒരു സയൻസ് ഡിഗ്രി ഉള്ള ആൾക്ക് എന്ത് ചെയ്യാം? സ്റ്റേഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. മറന്നു പോകരുത്. PSC നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓർഡർ വന്നതിന് ശേഷമാണ് PSC നോട്ടിഫിക്കേഷൻ വരിക. എന്നിരുന്നാലും മാക്സിമം 1 month, 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് PSC നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. മാക്സിമം 1 മാസത്തിനുള്ളിൽ ഗവൺമെൻറ് ഓർഡർ വരികയും PSC നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അർഹരായുള്ളവർക്ക് അതിൽ അപേക്ഷിക്കാൻ കഴിയുകയും ചെയ്യും. ഇനി എന്താണ് സ്റ്റേഷൻ ഓഫീസർ? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിനുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും. സബ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിൻ്റെ 2 സ്റ്റാറുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. 2 സ്റ്റാർ സബ് ഇൻസ്പെക്ടർ. നമ്മൾ കേരളത്തിൽ വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ യുവജനങ്ങൾ ചെറുപ്പക്കാർ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് പോലീസിലെ സബ് ഇൻസ്പെക്ടർ. 2 സ്റ്റാറുള്ള ഒരു പോസ്റ്റ്. അതേപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകൾ, അഗ്നിരക്ഷാ നിലയങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് ഇതുപോലെ SIA പോലെയുള്ള 2 സ്റ്റാറുള്ള പോസ്റ്റാണ് സ്റ്റേഷൻ ഓഫീസർ പോസ്റ്റുകൾ. മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് എന്താണ് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, പോലീസിലെ സബ് ഇൻസ്പെക്ടർ പോലെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ സ്റ്റേഷൻ ഓഫീസർ. അതൊരു 2 സ്റ്റാർ പോസ്റ്റാണ്, 2 സ്റ്റാർ പോസ്റ്റാണ്. ആ സ്റ്റേഷൻ്റെ മുഴുവൻ ചുമതലയും, ഒരു സ്റ്റേഷൻ്റെ മുഴുവൻ ചുമതല വഹിക്കുന്ന അധികാരി എന്ന് പറയുന്നത്, നിലയ തലവൻ എന്ന് പറയുന്നത് സ്റ്റേഷൻ ഓഫീസറാണ്. ആ സ്റ്റേഷനിൽ വാഹനങ്ങളുണ്ടാവും, ആ വാഹനങ്ങളുടെ ചുമതല ഉണ്ടാവും. ആ സ്റ്റേഷനിലെ ജീവനക്കാരുണ്ടാവും, ആ ജീവനക്കാരുടെ ചുമതലയുണ്ടാവും. അപ്പോൾ ആ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ, ഏറ്റവും ചുമതല വഹിക്കുന്ന, ഏറ്റവും ഹെഡായിട്ടുള്ള ഓഫീസറാണ് സ്റ്റേഷൻ ഓഫീസർ. ഒരു സ്റ്റേഷൻ്റെ ഏറ്റവും ഉയർന്ന അധികാരി. ഒരു സ്റ്റേഷൻ തലത്തിൽ ആ സ്റ്റേഷൻ്റെ ഏറ്റവും മേലധികാരിയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റേഷൻ ഓഫീസർ എന്ന് പറയുക. ഓക്കെ, അടുത്ത് എന്താണ് സിലബസ്? നോർമലി സ്റ്റേഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പഴയ സ്റ്റേഷൻ ഓഫീസർ, വുമൺ അല്ല,
നമ്മുടെ മെന്നിനെ ആണോ മുൻപ് കാലങ്ങളിൽ സ്റ്റേഷൻ ഓഫീസറായിട്ട് പരിഗണിച്ചിരുന്നത്. അപ്പോൾ ഉള്ള സിലബസിനൊന്നും ഒരു മാറ്റവും വരത്തില്ല. ഇതേ സെയിം സിലബസ് സെയിം പാറ്റേൺ ആയിരിക്കും. അത് ഒരു ഡൗട്ടും വരയ്ക്കേണ്ട കാര്യമില്ല. മനസ്സിലാക്കിയിരിക്കുക. ടോട്ടൽ 100 മാർക്കുള്ള ഒരു പരീക്ഷയാണ് ഉണ്ടാവുക. ഇതിലൊരു പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യം ഒരു റിട്ടൺ എക്സാം ഉണ്ടാവും. ഇതൊരു സബ്ജക്റ്റീവ് എക്സാം ആണ്, ഒരു ജനറൽ എക്സാം അല്ല. സബ്ജക്റ്റീവ് എക്സാം ആയതുകൊണ്ട് പ്രിലിംസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എക്സാം ഡയറക്റ്റ് ആയിരിക്കും, ഒറ്റ എക്സാമേ കാണത്തുള്ളൂ. സോ മെയിൻ ആയിരിക്കും ഉണ്ടാവുക, ഒറ്റ എക്സാം ഉണ്ടാവും. എക്സാം കഴിഞ്ഞു എക്സാം ഒരു 100 മാർക്കിനുള്ള എക്സാം ആയിരിക്കും നടക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ എക്സാം കാണും, ഫിസിക്കൽ വെരിഫിക്കേഷൻ കാണും. ഫിസിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നവരെ ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണിക്കും. ഇൻ്റർവ്യൂ എക്സാമിൻ്റെ മാർക്ക്, റിട്ടൺ എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് ഒരുമിച്ച് ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ലഭിക്കുക. ഇൻ്റർവ്യൂവിന് 20 മാർക്കിനാണ് ഇൻ്റർവ്യൂ. നിങ്ങൾക്ക് പരമാവധി മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ 14 മാർക്ക് വരെ ലഭിക്കാം. ഇനി ഈ എല്ലാ മാർക്കുകളും ആഡ് ചെയ്തിട്ടാണ്, അതായത് 120-ൽ ടോട്ടൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് വിചാരിച്ചിട്ടാണ്, കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് പ്രഖ്യാപിക്കുക, റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുക. ഇവിടെ നമ്മൾ പറയുന്നത് സിലബസിൽ എന്തൊക്കെ ടോപ്പിക്കുകളുണ്ട്, ആ ടോപ്പിക്കുകളിൽ എത്ര വീതം മാർക്കുകളുണ്ട്. നോക്കുക, ഫിസിക്സ് ഇതെല്ലാം ഡിഗ്രി ലെവലാണ്, എല്ലാം ഡിഗ്രി ലെവലിലെ കോൺസെപ്റ്റാണ് പഠിക്കേണ്ടത്. ഫിസിക്സ് 12 മാർക്കിന് ചോദിക്കും, കെമിസ്ട്രി 12 മാർക്കിന് ചോദിക്കും, സുവോളജി 12 മാർക്കിന് ചോദിക്കും, ബോട്ടണി 12 മാർക്കിന് ചോദിക്കും, മാത്തമാറ്റിക്സ് 12 മാർക്കിന് ചോദിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ സയൻസ് സബ്ജക്റ്റുകളിൽ നിന്നും 12 വീതം മാർക്കിനാണ് ചോദിക്കുക, 12 വീതം മാർക്ക്. അതിനുശേഷം സ്പെഷ്യൽ ടോപ്പിക്, ജോബ് റിലേറ്റഡ് ടോപ്പിക്സിൽ നിന്ന് ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. റിനൈസൻസ് ഇൻ കേരള ആൻഡ് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സിൽ നിന്നൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. സോ ഇതിൽ ഈ അവസാനത്തെ 2 കാര്യങ്ങളും നിങ്ങൾ സാധാരണ PSCയിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ മേഖലയിലോട്ട് പോകുമ്പോൾ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് നിങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആവാനോ അല്ലെങ്കിൽ WFR ആവാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ തന്നെയാണ്, ആ ടോപ്പിക്കുകൾ തന്നെയാണ്. ബാക്കി മുകളിലുള്ള 5 ടോപ്പിക്കുകളും പ്യുവർലി സയൻസ് ആണ്, പ്യുവർലി സയൻസ് ടോപ്പിക്കുകളാണ്. അത് ഡിഗ്രി ലെവലിലുള്ള കോൺസെപ്റ്റുകൾ പഠിക്കണം. ഡിഗ്രി ലെവൽ കറക്റ്റ് സിലബസ് ഉണ്ട്. ഓരോ സിലബസിനകത്തും കറക്റ്റായിട്ട് പാർട്ട് 5 12 മാർക്ക് ഫിസിക്സ് എന്ന് ജനറലി പറയുന്നുണ്ടെങ്കിലും ആ ഫിസിക്സിൽ ഏതൊക്കെ പോർഷനിൽ നിന്ന് എത്ര മാർക്ക് വീതം ചോദിക്കും എന്നൊക്കെ കൃത്യമായി സിലബസിൽ പറയുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ വീഡിയോ ലെങ്ത് ആയി പോവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനകത്ത് പറയാത്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും ആണ് സിലബസിൽ ഉണ്ടാവുക. നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വേണം. അപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് പൂർണ്ണമായും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങാനായിട്ട് കഴിയും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റേഷൻ ഓഫീസർ പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്കുകൾ മേടിച്ച, ഏറ്റവും വലിയ റാങ്കുകൾ മേടിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് എല്ലാവരും ഈ M4 ലേണിംഗിലാണ് പഠിച്ചത്. നിങ്ങളത് റിസൾട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും അതിൽ വെരിഫൈ ചെയ്ത് നോക്കാം, മറക്കരുത്. കഴിഞ്ഞ സ്റ്റേഷൻ ഓഫീസർ എക്സാമിന് മികച്ച റാങ്കുകൾ മേടിച്ച എല്ലാ റാങ്ക് ഹോൾഡേഴ്സും M4 ലേണിംഗിൽ പഠിച്ചവരാണ്, മറക്കരുത്. അത് നിങ്ങൾ നോക്കി നോക്കാം. ഇനി എങ്ങനെയാണ് പഠിക്കുക, എന്തൊക്കെയാണ് പഠിക്കുക, നമുക്കൊരു വ്യക്തമായ സിലബസ് ഉണ്ട്. സിലബസ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡിഗ്രി ലെവൽ കോൺസെപ്റ്റുകൾ പഠിക്കണം. എന്തൊക്കെ പഠിക്കണം, ഇതിനൊരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിലവിൽ അവൈലബിൾ അല്ല. നിലവിൽ ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് എല്ലാ സിലബസുകളും ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടെയ്ൻ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് M4 ലേണിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ, കംപ്ലീറ്റ് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ, എല്ലാ ടോപ്പിക്സും സിലബസ് വൈസ് ഏതൊക്കെ സിലബസ് ഇതിനകത്ത് പറയുന്നുണ്ടോ ആ സിലബസുകളെല്ലാം, എസ്പെഷ്യലി സയൻസ് ടോപ്പിക്കുകളുടെ എല്ലാ സിലബസും വിത്ത് എക്സാക്ട് സബ് ഹെഡിങ്സ്. എങ്ങനെയാണോ സിലബസിലുള്ളത് എക്സാക്ട് സബ് ഹെഡിങ്ങോടെ എക്സാക്ട് കണ്ടന്റ് നിങ്ങൾക്ക് തരും. ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എക്സാക്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ലെവലിലുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലായിട്ട് ലഭിക്കും. ഉറപ്പാണ്, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നതാണ്. അപ്പോൾ എന്തൊക്കെ പഠിക്കണം എന്ന കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഡിഗ്രി ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചു വരണം. നിങ്ങൾക്ക് M4 ലേണിങ്ങിൻ്റെ കൂടെ പഠിച്ചു വരാവുന്നതേ ഉള്ളൂ. ഈസിയാണ്, ഒത്തിരി സമയമുണ്ട്. നിങ്ങൾ ചേരുവാണെങ്കിൽ
ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റാങ്ക് മേടിക്കാനായിട്ട് പറ്റും. ഞാൻ കഴിഞ്ഞ തവണത്തെ നമ്മുടെ റിസൾട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്, നിങ്ങളൊന്ന് കണ്ട് വിലയിരുത്തി നോക്കുക. അടുത്ത് ക്ലാസ്സുകൾ ലഭ്യമാണ്. ഉറപ്പായിട്ടും ക്ലാസ്സുകൾ ലഭ്യമാണ്. ക്ലാസ്സുകൾക്ക് M4 ലേണിംഗ് തുടക്കം മുതൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യും. ഫിസിക്കൽ ടെസ്റ്റിന് നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങളെ ഇൻ്റർവ്യൂവിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരും ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ളത് എക്സാം ക്വാളിഫൈ ആവുക, ഇൻ്റർവ്യൂ ക്വാളിഫൈ ആവുക. ഇതിന് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ ഏറ്റവും മികച്ച കണ്ടന്റ്, ഏറ്റവും സിമ്പിളായിട്ട് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ ഏറ്റവും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. സോ ആ ക്ലാസ്സുകൾ ആവശ്യമുള്ള ആളുകൾ ഉറപ്പായിട്ടും ഞാൻ ഇതിന് ശേഷം ഒരു ഗൂഗിൾ ഫോം ഇടുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരുന്ന ആളുകൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സ്റ്റേഷൻ ഓഫീസർ എന്ന് പറയുന്നത് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഏതൊരു വ്യക്തിക്കും അഭിമാനപൂർവ്വം നിൽക്കാൻ പറ്റുന്ന ഒരു വളരെ വളരെ നല്ലൊരു മികച്ച പോസ്റ്റാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ സ്റ്റേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ജനങ്ങളുടെ ലൈഫിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും അഭിമാനിക്കുന്ന, ലോകത്തിൽ തന്നെ ഏറ്റവും റെസ്പെക്ട് ലഭിക്കുന്ന ഒരു ജോലികളിൽ ഒന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ തന്നെ ഏറ്റവും കീ ആയിട്ടുള്ള പോസ്റ്റാണ്. ഒരു വളരെ സ്റ്റാർട്ടിങ്, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ നിങ്ങൾക്ക് നേരിട്ട് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും വലിയ പോസ്റ്റ് ഇത് തന്നെയാണ്, നമ്മുടെ സ്റ്റേഷൻ ഓഫീസറാണ്. സ്റ്റേഷൻ ഓഫീസറായി കയറുന്ന ആൾക്ക് നിങ്ങൾക്ക് പ്രൊമോഷനിലൂടെ നിങ്ങൾക്ക് വരുന്ന കാലയളവിൽ ഡയറക്ടർ ജനറലിൻ്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റ് വരെ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്റ്റേഷൻ ഓഫീസറായിട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ പ്രൊമോഷനായി DFO ആവും, ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ എന്ന് പറയുക. അത് പ്രൊമോഷനായി RFO ആകും. RFO പ്രൊമോഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഡയറക്ടർ ടെക്നിക്കലുണ്ട്. ഇതാണ് ഡയറക്ടർ ജനറലിൻ്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റുകൾ. അപ്പോൾ സ്റ്റേഷൻ ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ അധികം ഉയർന്ന ഒരു പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും ഉള്ള മേഖലയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം പ്രോപ്പറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മികച്ച റാങ്കുകൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ കുട്ടികൾ റാങ്ക് മേടിച്ചതുപോലെ കൃത്യമായ പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ, പ്രോപ്പർ സ്ട്രാറ്റജിയിലൂടെ പ്രോപ്പറായിട്ട് പഠിച്ച് നിങ്ങൾക്ക് റാങ്ക് മേടിക്കണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും ക്ലാസ്സുകൾ പൂർണ്ണമായും സിലബസ് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിരിക്കും. കംപ്ലീറ്റ് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ തന്നിരിക്കും. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റ് തന്നിരിക്കും, റിവിഷൻ ടെസ്റ്റ് തന്നിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും നല്ല മാർക്ക് ക്വാളിഫൈ ചെയ്ത് നിങ്ങളെ സ്റ്റേഷൻ ഓഫീസർ ആക്കുന്നത് വരെ M4 ലേണിംഗ് നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന വാക്ക് തന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.